ഗൈസ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദിരാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കല്ലാറത്തേക്കാണ്. കല്ലാർ മീൻമുട്ടി വാട്ടർഫോളാണിത്. ഇതിൻ്റെ എൻട്രിയാണ് ഇവിടെ. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വരുന്ന വഴിയാണ്, നമ്മുടെ പൊന്മുടിയിൽ നിന്ന് വരുന്ന വഴിയാണ്. അവിടെ നിന്ന് ഇറങ്ങി ഒരു കുറച്ച് വഴിയേ ഉള്ളൂ ഇവിടെ എത്താനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ഒരു എൻട്രി ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. വണ്ടിയുടെ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. ഓക്കെ, മാസ്ക് അങ്ങനെയുള്ള സാനിറ്റൈസർ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ അകത്തേക്ക് കയറ്റി വിടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അകത്തേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ചങ്ങനെ അകത്തേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചേച്ചിയുടെ പേര് സുചിത്രകുമാരി. ഓക്കെ, കുളിക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് പോണവരെല്ലാവരും സാനിറ്റൈസർ ഉപയോഗിക്കണം. ഓക്കെ, പിന്നെ അകലം പാലിക്കണം, മാസ്ക് ധരിക്കണം, ഗ്ലൗസ് ഉണ്ട്. ഓക്കെ, സമയപരിധി 2 മണിക്കൂറാണ്. ഓക്കെ, ഓക്കെ. ഇവിടെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ബൈക്കിന് ഒരാൾക്ക് 30 രൂപയും പിന്നെ ബൈക്കിൻ്റെ ഫീസ് ഒരു 15 രൂപ വന്നിട്ടുണ്ട്. മൊത്തം 45 വന്നേക്കണത്. ഓക്കെ, ചേട്ടൻ്റെ പേര് ജയകുമാർ. ഓക്കെ, ചേട്ടൻ്റെ മാസ്ക് ജസ്റ്റ് ഒന്ന് താഴ്ത്താവോ ആളെന്ന് കാണാനായിട്ട്? ഓക്കെ, ഇതാണ് ആളേട്ടാ, ജയകുമാർ ഏട്ടാ. അപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ശരിക്കും? 1.5 കിലോമീറ്റർ. ഓക്കെ, ബൈക്ക് എവിടെ എത്ര വരെ പോകും? 1/2 കിലോമീറ്റർ പോവും. ബാക്കി 1/2 കിലോമീറ്റർ നടന്നു കയറണം. ബാക്കി 1 കിലോമീറ്റർ നടക്കണം. ഓക്കെ, അപ്പോൾ 1.5 കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അവിടെ ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയണേ അല്ലേ? കുളിക്കാൻ പറ്റില്ല. ഓക്കെ, 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 ശരി കേട്ടോ, താങ്ക് യു. കണ്ടോ, കുട്ടികൾക്ക് കളിക്കാനോ വാഷ്റൂമിലൊക്കെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വണ്ടിയൊക്കെ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ഗൈഡ് ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേരെന്താ? വിലാസിനി. ഓക്കെ, യൂട്യൂബിലേക്ക് ഒരു ചാനലുണ്ട് ചേച്ചി, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. വിലാസിനി ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞാൽ അങ്ങ് ആ വഴിക്കാണ് പോകേണ്ടതെന്ന്. ഓക്കെ, ആ വഴി. ഓക്കെ ചേച്ചി, ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് നമുക്ക് ബൈക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അകത്തേക്ക് പോരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിലുണ്ടാവും. അടിപൊളിയാട്ടാ, കാടാണ്, ഫുള്ള് കാടാണ്. അപ്പം ഇല്ല, അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഇവിടെ നിന്ന് ഇനി കറക്റ്റ് 1 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് പറയണേ. ട്രക്കിങ് കാട്ടിക്കൂടെയാണ്. ദൈവമേ, എന്താവോ പോലെ. ശരിക്കും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ സന്ദർശകരോട് ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ. അമ്പോ, പൊളിച്ചില്ലേ എൻ്റെ പൊന്നെ. ഇവിടെ മരിച്ചിട്ടുണ്ട് കേട്ടോ ആളുകൾ. 13 ജീവനുകൾ നഷ്ടപ്പെട്ടത് കണ്ടോ. അതൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും വരുന്നവർ. ഓ, ഒറ്റയ്ക്കാണ്. ഇവിടെ അറിയപ്പെടാൻ കാരണം ഇത് മോഹൻലാൽ കാരണം. സിനിമ നടൻ മോഹൻലാലിന് വേണ്ടി തച്ചോളി വർഗീസ് സിനിമയുടെ തച്ചോളി വർഗീസ് ചേകവർ. ഈ പാറയാണ്. ഓക്കെ, ഇവിടെ കൂടെ ഊർമിളെ കടത്തിക്കൊണ്ടുവരുന്ന ഒരു സീനാണ്. അപ്പൊ വിനീത് വന്നു. ഓക്കെ, വിനീതിനെ രക്ഷപ്പെടുത്തുന്ന സീനാണ് വരുന്നത്. ഓക്കെ, ആ സീനാണ് ഇവിടെ ഷൂട്ട് ചെയ്തത്. മോഹൻലാൽ കാരണം ഇവിടെ അറിയപ്പെടാൻ കാരണം. ഓക്കെ, റോഡ് വരാനും മോഹൻലാലിന്റെ വണ്ടി വരാൻ വേണ്ടി മാത്രം എത്തിയത്. എന്റെ പൊന്നെ ചേട്ടാ, നല്ലൊരു ഇൻഫർമേഷൻ ആണ് നമ്മൾ മോഹൻലാലേട്ടാ. ബിഗ് താങ്ക്സ്. അപ്പൊ നല്ലൊരു സ്ഥലം ഇത്. ഇങ്ങനൊരു സ്ഥലം അറിയപ്പെടാനുള്ള കാരണം ലാലേട്ടനാന്നാണ് പറയണേ അല്ലേ? ഓക്കെ, ചേട്ടൻ മാസ്ക് ജസ്റ്റ് തന്നോ ആളെന്ന് പറയാനായിട്ട്. ഇതാണ് കേട്ടോ ആള്. പേര് അലി എന്നാണ് ആളുടെ പേര്. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടപ്പോൾ ഒറ്റയ്ക്കുള്ളോ വ്ലോഗ് ചെയ്യാനാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ സംസാരിച്ചാണ്. അപ്പോഴാണ് ആൾ പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് സംഭവം എന്നുള്ളതൊക്കെ. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കൂടുതൽ ചോദിക്കുന്നത് ആരൊക്കെ വന്ന് മരിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നത് സംഭവം. ഓക്കെ ഓക്കെ. കൂടുതൽ മദ്യപിച്ചുകൊണ്ട് വരുന്നവരാണ്, അവർക്ക് നീന്താൻ അറിയത്തില്ല. അതെ അതെ. അങ്ങനെയുള്ള ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ആഴമുള്ള ഭാഗങ്ങളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. കുഴി എന്ന് പറയും ഇവിടെ. അതെ അതെ. അവിടെയാണ് കാലായി പോകുന്നത്. അപ്പോൾ അവർക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് ഓക്കെ അവിടെ ആയിപ്പോകും. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ. വെള്ളം വന്ന് വീഴുന്ന അവിടെ 30 അടി താഴ്ചയുണ്ട്. 30 അടിയോ? 30 അടി. അവിടെ പച്ച കളറായിട്ട് കിടക്കും. നമ്മളെ ആയിരിക്കും. ഓക്കെ. തുണി കെട്ടിയിട്ടാണ്. അതാണ് അവിടെ തുണി കെട്ടിക്കുന്നത്. ഓക്കെ ഓക്കെ. അവിടെ ഡേഞ്ചർ ആണെന്നാണ് പറയണേ. 30 അടി ആഴ്ചയുണ്ടെന്നാണ് പറയണേ. ഓക്കെ. അവിടെ 2 പേര് മരിച്ചിട്ടുണ്ട്. അയ്യോ. ഇവിടെ ഓരോ ഇത് താഴ്ചയുള്ള ഭാഗത്തും ഈ 2 പേര് വെച്ച് മരിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ 91 ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. മെഡിക്കൽ കോളേജ് ബെങ്സ് 18 പേരിൽ 8 പേര് മരിച്ചുപോയി. ഓ ഓ ഓ ഓ. അപ്പോൾ ചേട്ടനോട് ചാറ്റയൊക്കെ പറഞ്ഞു. നമ്മൾ വീണ്ടും നടക്കുകയാണ്. ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് തന്നിട്ടോ. അപ്പോൾ ലാലേട്ടൻ കാരണമാണ് ഇങ്ങനെ ഒരു സ്ഥലം അറിയപ്പെട്ടതെന്നാണ് ആൾ പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് അവിടെ. ഇതോ കണ്ടോ. ഇനിയിപ്പോൾ എങ്ങനെ പോകണ്ടേ? ഒരുപാടില്ല. കാടിൻ്റെ ഉള്ളിലാണ്. വലിയ വലിയ ഭയങ്കര പാറക്കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചു തല്ലി താഴെ വരും. വേണ്ട എന്നെ പൊന്നോ. ഓ ഒരു ചേട്ടനെ കണ്ടു. അതിന് അപകട മേഖലയാണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ആരും ഇവിടെ കുളിക്കാണ്ടൊക്കെ ഇരിക്കുക. കുളിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടോ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, മദ്യം പ്ലാസ്റ്റിക് നിരോധിക്കുന്നു, കുളി അനുവദിക്കുന്നതല്ല. ഇവിടെ തളർന്നവർക്ക് ഒക്കെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പുൽക്കാട്, കൊല്ലക്കാട്. ഇവിടെ തീയൊക്കെ ഇടുന്നില്ല. ഇതേ ഇവിടെ ചേട്ടൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ പേരെന്താ? ആ മോഹനൻ. മോഹനൻ ചേട്ടൻ പൊളി. ഇതേ മാമൂട് 700 മീറ്റർ. അടിപൊളി. എൻ്റെ പൊന്നെ ഫുള്ള് കല്ലുകളും അതുപോലെ തന്നെ മരത്തിൻ്റെ വേരുകളൊക്കെയാണ് ഈ കൂടെ പോയേക്കണത്. ഇവിടുത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മരത്തിൻ്റെ വേരുകളാണ്. നല്ല മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പാറയൊക്കെ തെന്നി കിടക്കായിരിക്കും കേട്ടോ. അടിച്ച് തല്ലി വീഴും. ചേട്ടാ പേര്? ഗോകുൽ. എവിടെ നിന്നായിരുന്നു? നേറ്റിങ്ങര. ചേച്ചി? ശില്പ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു വാട്ടർഫോള്? അടിപൊളി ആണ്. ആ മതി മതി. കാറ്റ് കണ്ടോ എൻ്റെ പൊന്നേ. പ്രേതപടമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷനാട്ടോ. അയ്യോ ഇവിടെ ഒരു സാധനം കണ്ടാ? വലിയ മരമായിരുന്നു. ഇഷ്ടാ അത് വെട്ടി. അയ്യോ ഷെറിഞ്ചേണ്ട വ്ളോഗ്സിൽ ഈ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. വലിയ മരം. എൻ്റെ പൊന്നെ ഇത് നോക്കിയേ. ഉയ്യോ ഓമ്മ എന്തു വലിയ പറയാ. ഇത് കണ്ടോ? ഇതിൻ്റെ അടി കൂടെയാണ് നമ്മൾ പോണത്. അപ്പോൾ ഇതെവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. കൊള്ളാം. ചേട്ടൻ്റെ പേര്? രതീഷ്. ഒരു ചാനൽ ആണ് യൂട്യൂബിൽ, അതിന് വേണ്ടിയിട്ടാണ്. ആദിറാം വ്ളോഗ്സ്. ശരി. ചേട്ടൻ്റെ പേര്? രഞ്ജിത്ത്. ഓക്കെ.
എൻ്റെ ആളിയോ, എന്ത് പാറയത് നോക്കി. പാറയുടെ അടിയിൽക്കൂടെ വരണം നമ്മള്. കണ്ടോ പറഞ്ഞ വഴിയുണ്ടോ? അതിന് മുകളിൽ നേരെ വലിയ പാറ. എൻ്റെ പൊന്നെ, വീണ്ടും ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ട്. സന്ദർശകർ ശ്രദ്ധിക്കുക. ഓ, കേട്ടോ ഒരു ഗാഡിയേട്ടൻ. ചേട്ടൻ്റെ പേര് സോമൻ. ഓക്കെ, ഗ്രേറ്റ്. ഇതിൽ കൂടെ നമ്മൾ ക്രോസ് ചെയ്ത് പോകണം. ഓക്കെ, അതെ. ഓ, പോളി. ടെറർ കിങ് ഉണ്ട് ആള്. അടിച്ചോ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി കേട്ടോ. അപ്പോൾ പൊളി സ്ഥലമല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ കിടക്കാൻ പോണ്. നേരെ അപ്പുറത്ത് വന്നിട്ട് ആ ഭാഗത്തായിട്ടാണ് വാട്ടർഫോള്. ഓക്കെ, അപ്പോൾ നമുക്ക് കിടക്കാം. എൻ്റെ പൊന്നെ, ഗംഭീരതാണ് വാട്ടാ. അയ്യോ, വെള്ളം നോക്കി. ചേട്ടാ പേരെന്താണ്? നിതേൽ, വിവേക്. ഓക്കെ, ചക്കര പേരെന്താ? അച്ചോടാ. ഇവിടെ ഒരുപാട് ഫാമിലിയാണ്. എന്താ ചേച്ചി പേര്? ശ്രീകുട്ടി ആൻഡ് അപർണ, ബീന, ജോമോൾ ആൻഡ് പ്രവീണ. ഓക്കെ, ഒരു ചാനലുണ്ട് ചേച്ചി യൂട്യൂബിൽ, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. എൻ്റെ പൊന്നോ, അവിടെ അടുത്ത് നിൽക്കണോക്കേ. മരം കണ്ടോ എന്തൊരു വലിപ്പോ. എൻ്റെ ദൈവമേ, ഏതാണാവോ മരം? ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. എൻ്റെ പൊന്നെ, എന്തു വലിയ മരം അറിയോ? ഓമ്പോ, പൊളിച്ചു. ഇരിഞ്ഞ് ഏതൊഴുക്കി പോവാ കഴിഞ്ഞ. ആ, വഴിയുണ്ട്. ഇവിടെ അത്യാവശ്യം വലിയൊരു മരം. മരങ്ങളുടെ കൈലാസമുള്ള. ഫൈനലി നമ്മളെത്തി ഡേഞ്ചർ മേഖല. ഇവിടെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ. ഗാഡിയാട്ടം നിൽക്കുന്നുണ്ട്, പിള്ളേർ നിൽക്കുന്നുണ്ട്. എൻ്റെ അമ്മേ, ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴോ.
വാട്ടർഫോള് പൊളിച്ചില്ലേ, കിടിലൻ സ്ഥലം കേട്ടോ, കിടിലൻ സ്ഥലം. എനിക്ക് തോന്നുന്നു പൊന്മുടിനേക്കാളും ഒരു ഇത്തിരി കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വാട്ടർഫോളാണ് കേട്ടോ. പൊന്മുടി വേറൊരു ഫീല്, ഇവിടെ വേറൊരു ഫീല്, രണ്ട് നല്ലതാണ്. എന്താ പറയുക, നിങ്ങൾ എല്ലാവരും വരണം കേട്ടോ, പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തുള്ളവർ ഇവിടെ വരാതിരിക്കരുത്. വരാതെ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ എന്തായാലും വരിക, സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യുക. ഭയങ്കര നമ്മുടെ മനസ്സൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ. എനിക്ക് കാരണം ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റിയല്ലോ, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളിൽ എത്തിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. പുതിയ 2 കാര്യങ്ങളൂടി ചെയ്തിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. ഫേസ്ബുക്ക് പേജും അതുതന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും തുടങ്ങിയിട്ടുണ്ട്. അതിന് 2ഉം ഞാൻ ബോക്സിലിട്ടേക്കാം. അപ്പോൾ അതും കയറി ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.